ഹായ് മക്കളെ, എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഓഫ് മെനി ഹ്യൂസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നെയിംസ് ആൻഡ് നെയിംസ് എന്ന ഒരു ചാപ്റ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിലെ ആക്ടിവിറ്റീസ് ആണോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, ക്ലാസ് മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ദ സ്കൂൾ ഈസ് ക്ലോസ്ഡ് ഫോർ ദ വെക്കേഷൻ. കുഞ്ഞിച്ചിരിത ഈസ് ഇൻ കേരള ആൻഡ് ഹെർ ഫ്രണ്ട് ആൻറ്റോയിനറ്റ് ഈസ് നൗ ഇൻ ഫ്രാൻസ്, ബട്ട് ദേ സ്റ്റിൽ സ്റ്റേ കണക്റ്റഡ് ത്രൂ ടെക്സ്റ്റ് മെസ്സേജസ്. ഹിയർ ഇസ് എ പീക്ക് അറ്റ് ദെയർ ചാറ്റ്. എന്താ പറയുന്നത്, സ്കൂൾ വെക്കേഷനായി അല്ലേ, സ്കൂൾ അടച്ചു, വെക്കേഷനായി. കുഞ്ഞിച്ചിരിത കേരളത്തിലും അവളുടെ ഫ്രണ്ട് ആൻറ്റോയിനറ്റ് ഫ്രാൻസിലുമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അവരെന്താണ്, മെസ്സേജുകളിലൂടെ ബന്ധപ്പെടാറുണ്ട്. ഇസ് എ പീക്ക് അറ്റ് ദെയർ ചാറ്റ്. അവരുടെ ഒരു ചാറ്റ് നോക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ചാറ്റിൽ പറയുന്നത്, കുഞ്ഞിച്ചിരിത എന്താ പറയുന്നത്, ഹായ് ആൻറ്റോയിനറ്റ്, ഹൗ ഇസ് എവറിത്തിങ് ഗോയിങ്. എന്താ ചോദിക്കുന്നത്, ആൻറ്റോയിനറ്റ് എങ്ങനെയുണ്ട്, എല്ലാം സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. എല്ലാം എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആൻറ്റോയിനറ്റ് എന്താ പറയുന്നത്, ഹായ്, ഇറ്റ്സ് സോ നൈസ് ഹിയർ, ഈറ്റിംഗ് ലോട്ട്സ് ഓഫ് യമ്മി ഫുഡ്. വാട്ട് അബൌട്ട് യു, ഹൗ ഇസ് കേരള. ഇവിടെ സുഖമാണ്, നല്ല ഭക്ഷണം ഉണ്ട്. എന്താണ് നിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയുണ്ട് കേരളം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിച്ചിരിത പറയണം, ഗ്രേറ്റ്, ലോട്ട്സ് ഓഫ് കോക്കനട്ട് ട്രീസ് ആൻഡ് അമ്മാസ് ദോശാസ്, മിസ് യു ദോ. എന്താ പറയുന്നത്, നല്ലതാണ്, ഒരുപാട് തെങ്ങുകളും അമ്മയുടെ ദോശയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ എന്താണ്, പക്ഷേ നിന്നെ മിസ് ചെയ്യുന്നുണ്ട് പറയും. അപ്പോൾ ആൻറ്റോയിനറ്റും പറയാണ്, ഓ മിസ് യു ടു, ഗസ് വാട്ട്, ഐ തോട്ട് മൈ മോം ടു സേ യുവർ നെയിം. എന്താ പറയുക, നിന്നെയും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഗസ് വാട്ട്, നിനക്ക് ഊഹിക്കാമോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ടോ, ഐ തോട്ട് മൈ മോം ടു സേ യുവർ നെയിം, ഞാൻ നിൻ്റെ പേര് എൻ്റെ അമ്മയെ പറയാൻ പഠിപ്പിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ കുഞ്ഞിച്ചിരിത പറയുന്നുണ്ട്, ദാറ്റ്സ് അമേസിങ്, അത് അത്ഭുതകരമാണ്. ഐ തോട്ട് അമ്മ ടു സേ യുവർ നെയിം ടു, ഞാൻ എൻ്റെ അമ്മയും നിൻ്റെ പേര് പറയാനും പഠിപ്പിച്ചു. വോ, വെൻ ആർ യു ഗോയിങ് ബാക്ക് ടു ന്യൂ ജേഴ്സി. അപ്പോൾ പറയുന്നത്, നീ എന്നാണ് ഇനി ന്യൂ ജേഴ്സിയിലേക്ക് തിരിച്ചു പോകുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിച്ചിരിത പറയുന്നു, ഇൻ 2 weeks. വാട്ട് അബൌട്ട് യു, ഡു യു മിസ് ന്യൂ ജേഴ്സി. ഞാൻ 2 ആഴ്ചൻ്റെ ഉള്ളിലായിട്ട് പോകും. എന്താണ്, നിനക്ക് ന്യൂ ജേഴ്സി മിസ് ചെയ്യുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റോയിനറ്റ് എന്താ പറയുന്നത്, ഐ മിസ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ലൈക്ക് യു ആൻഡ് ദ സ്കൂൾ ആക്ടിവിറ്റീസ്, ആൾസോ ദ ഐസ്ക്രീം അറ്റ് പ്രകാശ് ഷോപ്പ്. എനിവേ ഐ വിൽ ബി ബാക്ക് ഇൻ 2 weeks. എന്താ പറയുന്നത്, നിങ്ങളെപ്പോലത്തെ നല്ല ഫ്രണ്ട്സിനെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെയോ സ്കൂളിലെ ഒരു പഠന പ്രവർത്തനങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകാശിൻ്റെ ഷോപ്പിൽ ഐസ്ക്രീം മിസ് ചെയ്യുന്നുണ്ട് അല്ലേ. എനിവേ ഐ വിൽ ബി ബാക്ക് ഇൻ 2 weeks. എന്തായാലും ഞാൻ 2 ആഴ്ചനുള്ളിൽ തിരിച്ചു പോകും. ഡീൽ, കനോട്ട് വെയിറ്റ്, സീ യു സൂൺ. അപ്പോൾ കുഞ്ഞിച്ചിരിത പറയുന്നത്, ഓക്കെ ഡീൽ, വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഉടൻ കാണാം. അപ്പോൾ ആൻറ്റോയിനറ്റും പറയണം, സീ യു സൂൺ, ഉടൻ കാണാം. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഒരു ചാറ്റ് നിങ്ങൾ വായിച്ചല്ലോ. ഇനി യു വിഷ് ടു ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ് ദിസ് വീക്കെൻഡ്, ഹൗ വിൽ യു പ്ലാൻ ഫോർ ഇറ്റ്, സിറ്റ് ഇൻ പെയർസ് ആൻഡ് ക്രിയേറ്റ് എ ചാറ്റ്. എന്താ പറയുന്നത്, ഈ വെക്കേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെറ്റ് ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പ്ലാന്, നിങ്ങൾ ഒരു ഗ്രൂപ്പായി തിരിഞ്ഞിരുന്നിട്ട് എന്താണ് നിങ്ങൾ ചർച്ച ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, ചർച്ച ചെയ്യാനാണ്, എന്നിട്ട് എഴുതുക. അപ്പോൾ എന്താണ് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്, യു ഹായ് വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്. എന്താണ്, ഈ വെക്കേഷനിൽ, ഈ ഒരു വീക്കെൻഡിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് എന്താ പറയുന്നത്, ഐ ആം നോട്ട് ഷുവർ യെറ്റ്, ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്. എനിക്കിതുവരെ ഉറപ്പായിട്ടില്ല, നിങ്ങൾക്ക് ചിലവഴിക്കണം എന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ എഴുതേണ്ടതെന്ന് അറിയോ മക്കളെ, എന്താണ്, യു ഹായ് വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്. ഫ്രണ്ട് എന്താ പറയുന്നത്, ഐ എം നോട്ട് ഷുവർ യെറ്റ്, ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്. നിനക്ക് സമയം ചിലവഴിക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യു യെസ് ലെറ്റ്സ് ഡു സംതിങ് ഫൺ, ഡു യു ഹാവ് എനി ഐഡിയാസ്. നമുക്ക് എന്തെങ്കിലും രസകരമായിട്ടുള്ളത് ചെയ്യാം, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിൻ്റെ അടുത്തെന്ന് ചോദിക്കുക. പിന്നെയോ ഫ്രണ്ട്, മേ ബി വി കുഡ് ഗോ ടു എ കഫേ ഓർ വാച്ച് എ മൂവി. നമുക്ക് കഫേയിൽ പോകാം, അല്ലെങ്കിൽ ഒരു സിനിമ കാണാം. യു ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്, I had loved to go to a cafe first and then watch a movie. എന്താണ്, അത് നന്നായി, എനിക്ക് ആദ്യം കഫേയിൽ പോയിട്ട് പിന്നെ സിനിമ കാണാൻ പോവാനാണ് ഇഷ്ടം. ഫ്രണ്ട്, പെർഫെക്റ്റ്,
വാട്ട് ടൈം ഷുഡ് വി മീറ്റ്? നന്നായി, നമ്മളെപ്പോഴാണ് കാണേണ്ടത്? യു, ഹൗ അബൌട്ട് സൺഡേ ആഫ്റ്റർനൂൺ അറൗണ്ട് 3 PM? ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് എങ്ങനെ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഫ്രണ്ട്, ഷുഡ് വി ചെക്ക് മൂവി ടൈമിംഗ് ഫസ്റ്റ്? ആദ്യം എന്താണ് മൂവിയുടെ ഒരു ടൈം ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. യു, ഗുഡ് ഐഡിയ, ഐ വിൽ ചെക്ക് ആൻഡ് ലെറ്റ് യു നൗ. അത് നല്ലൊരു ആശയമാണ്, നല്ലൊരു ഐഡിയ ആണ്. ഞാൻ ചെക്ക് ചെയ്തിട്ട് നിന്നെ അറിയിക്കാം. ഫ്രണ്ട്, ഓസം, ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. എന്തായാലും നന്നായി, ഞാൻ അതിനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ആക്ടിവിറ്റി വരുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് എഴുതാം. അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ആ ഒരു കോൺവെർസേഷന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. ഡ്യൂറിങ് ദ വെക്കേഷൻ കുഞ്ഞി ചിരിദാർ റിസീവ്ഡ് ആൻ ഇമെയിൽ ഫ്രം ഹെർ ഫ്രണ്ട് ആൻഡോയിനെറ്റ്. ഒരു വെക്കേഷൻ സമയത്ത് നിന്ന് കുഞ്ഞി ചിരിതക്ക് ആൻഡോയിനെറ്റിൻ്റെ ഒരു ഇമെയിൽ സന്ദേശം കിട്ടുകയാണ്. എന്താണ്? ഡിയർ കുഞ്ഞി ചിരിത, ഐ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ. ഐ ആം ബാക്ക് ഇൻ മാർസലേസ്. നീ വെക്കേഷന് ഒക്കെ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മാർസെയിൽസിൽ തിരിച്ചെത്തി. ദ വെദർ ഹിയർ ഈസ് ലവ്ലി ആൻഡ് ഐ വെൻറ്റ് പാഡിൽ ബോർഡിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ ഫെൽ ഡൗൺ മെനി ടൈംസ് ബട്ട് ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. ഇവിടുത്തെ കാലാവസ്ഥ വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പാഡൽ ബോർഡിങ്ങിന് പോയി. പലതവണ ഞാൻ വീണു, പക്ഷേ അത് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ ഐ ഹാവ് അറ്റാച്ച്ഡ് സം ഫോട്ടോസ് ഫോർ യു. ഞാൻ നിനക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് കൂടി അയക്കുന്നുണ്ട്. ഹൗസ് കേരള, ഐ റിയലി മിസ് യു ആൻഡ് കനോട്ട് വെയിറ്റ് ടു ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വഞ്ചേഴ്സ്. സേ ഹൈ ടു യുവർ മോം ഫോർ മീ. എങ്ങനെയുണ്ട് കേരള? ഞാൻ ശരിക്കും നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ നിൻ്റെ സാഹസികതകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നിൻ്റെ അമ്മയോടൊരു ഹായ് പറയൂ എന്ന് പറയുന്നുണ്ട്. ടേക്ക് കെയർ, ലവ്, ആൻഡോയിനെറ്റ്. അപ്പോൾ ഇത് ആൻഡോയിനെറ്റ് കുഞ്ഞു ചിരിതയ്ക്ക് അയച്ചിട്ടുള്ളൊരു കത്താണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, കുഞ്ഞു ചിരിത വാസ് ഡിലൈറ്റഡ്. കുഞ്ഞു ചിരിതയ്ക്ക് സന്തോഷമായി. ഷീ ബിഗൻ ടു ടൈപ്പ് എ റീപ്ലൈ. അവൾ മറുപടി കൊടുക്കാനായിട്ട് റെഡിയായി. ക്യാൻ യു ഹെൽപ്പ് ഹെർ കംപ്ലീറ്റ് ദ ഇമെയിൽ? അവളെ നിങ്ങളുടെ ആ ഒരു മെയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യം എന്താ എഴുതേണ്ടത്? ഫ്രം എഴുതണം അല്ലേ. പിന്നെ ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാണോ അയക്കുന്നത് അവരാണ് ഫ്രം. കുഞ്ഞിച്ചിരിതയും ആൻഡോയിനെറ്റും തമ്മിലുള്ളതാണല്ലോ ഒരു മെയിൽ. അപ്പോൾ ഫ്രം എന്നുള്ളിടത്ത് കുഞ്ഞിച്ചിരിതയുടെ ആ ഒരു മെയിൽ ഐ ഡി കൊടുക്കുക. ടു എന്നുള്ളിടത്ത് ആൻഡോയിനെറ്റിൻ്റെ മെയിൽ ഐ ഡി കൊടുക്കുക. എന്നിട്ട് എങ്ങനെയാണ് ഇതിൽ തുടങ്ങുന്നത്? ഡിയർ ആൻഡോയിനെറ്റ്, പ്രിയപ്പെട്ട ആൻഡോയിനെറ്റ്, ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ മെയിൽ. ഞാൻ നിൻ്റെ മെയിൽ കിട്ടിയപ്പോൾ വളരെ എക്സൈറ്റഡായി. ഇറ്റ് മെയ്ഡ് മീ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. നിന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബാക്കി ഇനി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇറ്റ് സൗണ്ട്സ് like you are having an amazing time back in Marseille. Paddle boarding must have been so much fun. Even with the falls, I can't wait to see the photos. Kerala is beautiful right now. The weather is warm and everything looks lush and green. I have been spending time with the family and visiting some lovely places. There's so much to tell you. I miss you too, and I wish you were here so we could explore together. Mom was so happy when I told her you said hi. She sends her regards. Take care and write again soon. Love, കുഞ്ഞിച്ചിരിത. ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ മെയിൽ. നിൻ്റെ മെയിൽ കിട്ടിയപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഇറ്റ് മെയ്ഡ് മീ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. ഇങ്ങനെയൊക്കെ നിന്നിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇറ്റ് സൗണ്ട്സ് ലൈക്ക് യു ആർ ഹാവിങ് ആൻ അമേസിങ് ടൈം ബാക്ക് ടു മാർസെയിലെ. മാർസെയിൽ നീ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പാഡിൽ ബോർഡിംഗ് മസ്റ്റ് ഹാവ് ബീൻ സോ മച്ച് ഫൺ. പാഡിൽ ബോർഡിംഗ് വളരെ രസകരമായിട്ടുള്ളതാണ്. ഈവൻ വിത്ത് ദ ഫാൾസ്, വെള്ളച്ചാട്ടത്തിലാണെങ്കിൽ പോലും. കനോട്ട് വെയിറ്റ് ടു സീ ദ ഫോട്ടോസ്. നിൻ്റെ ഫോട്ടോസുകൾക്കായിട്ട് ഞാൻ കാത്തിരിക്കാൻ കഴിയുന്നില്ല. കേരള ഈസ് ബ്യൂട്ടിഫുൾ റൈറ്റ് നൗ. കേരളം വളരെ മനോഹരമാണ്. ദ വെദർ ഈസ് വാം ആൻഡ് എവറിത്തിങ് ലുക്സ് ലഷ് ആൻഡ് ഗ്രീൻ. കേരളം ഇപ്പോൾ ഒരു ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. എല്ലായിടത്തും ഒരു പച്ചപ്പ് നിറഞ്ഞു നിൽക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി ആൻഡ് വിസിറ്റിംഗ് സം ലവ്ലി പ്ലേസസ്. ദർ സോ മച്ച് ടെൽ യു.
എന്താണ്, ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ, ഇങ്ങനെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദർ ഈസ് സോ മച്ച് ടെൽ യു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ഐ മിസ് യു ടു. ഞാൻ ഒരുപാട് നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ വിഷ് യു വേർ ഹിയർ സോ വി കുഡ് എക്സ്പ്ലോർ ടുഗദർ. നീ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. മം വാസ് സോ ഹാപ്പി വെൻ ഐ ടോൾഡ് ഹെർ യു സെഡ് ഐ സെഡ് ഹായ്. ഷീ സെൻസ് ഹെർ റിഗാർഡ്സ്. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടെന്ന് നീ ഹായ് പറഞ്ഞപ്പോൾ അമ്മ നിന്നെയും അന്വേഷണങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ടേക്ക് കെയർ ആൻഡ് റൈറ്റ് അഗൈൻ സൂൺ. സുരക്ഷിതമായിട്ടിരിക്കൂ, നമുക്ക് വീണ്ടും കാണാം എന്നാണ്. സുരക്ഷിതമായിട്ടിരിക്കൂ, റൈറ്റ് അഗൈൻ സൂൺ, അടുത്തന്നെ നിനക്ക് എഴുതാം എന്ന് പറയുകയാണ്. ഇങ്ങനെയൊരു മെയിൽ അവസാനിപ്പിക്കാം. ആക്ടിവിറ്റി 3 നോക്കൂ. റീഡ് ദ സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. കഥയിൽ നിന്ന് എടുത്ത വാക്യങ്ങൾ വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ്ഡ് ടു ഇമിഗ്രൻറ്റ് ഫാമിലീസ്. ദർ വേർ സ്റ്റുഡൻസ് ഫ്രം കാനഡ, മെക്സിക്കോ, ഇറ്റലി, ദ UAE, ഈജിപ്ത് ആൻഡ് ചൈന. കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ. എന്താണ് പറയുന്നത്? ഇൻഫാക്ട്, സത്യത്തിൽ അല്ലെങ്കിൽ വാസ്തവത്തിൽ ആ വിദ്യാർത്ഥികളിൽ പകുതിയോളം ആൾക്കാരും എന്താണ്, കുടിയേറ്റം കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു. ഇമിഗ്രൻറ്റ് ഫാമിലീസ്, കുടിയേറ്റം കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ എവിടേക്ക് നിന്നുള്ളവരായിരുന്നു? കാനഡ, മെക്സിക്കോ, ഇറ്റലി, ദ UAE, ഈജിപ്ത് ആൻഡ് ചൈന. കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ. കുഞ്ഞിച്ചിരുത മാത്രമേ ഇന്ത്യനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ദ ടേം ഇന്ത്യൻ ഡിനോട്ട്സ് സംവൺ ഫ്രം ഇന്ത്യ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കായി അത്തരം വാക്കുകൾ എന്താണ്, എങ്ങനെയുള്ള വാക്കുകൾ? അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളതാണ് കുഞ്ഞിച്ചിരുത. അപ്പോൾ അങ്ങനെ ആ ഇന്ത്യയിലുള്ള ആൾക്കാർ എന്ത് പറയും? ഇന്ത്യൻ എന്ന് പറയും അല്ലേ. അതുപോലെ ഇനി കുറച്ച് രാജ്യങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാരെ എങ്ങനെയാണ് പറയുന്നത് നോക്കുന്നത്. ഹിയർ ലിസ്റ്റ് ഓഫ് സച്ച് വേർഡ്സ് ഫോർ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? കാനഡ, കാനഡയിലുള്ളവരെന്ത് പറയും? കനേഡിയൻ. ചൈന, ചൈനീസ്. ഈജിപ്തിലുള്ളവർ ഈജിപ്ഷ്യൻ. ജപ്പാൻ, ജാപ്പനീസ്. മെക്സിക്കോ, മെക്സിക്കൻ. നോക്കൂ, കംപ്ലീറ്റ് ദ ഫോളോവിങ്. ഇനി ഫ്രാൻസ് തന്നിട്ടുണ്ട്, സ്പെയിൻ തന്നിട്ടുണ്ട്, ജർമ്മനി തന്നിട്ടുണ്ട്, ദ UAE തന്നിട്ടുണ്ട്. ഇവരൊക്കെ എന്താണ് മക്കളെ പറയുക? ഫ്രാൻസ് ഫ്രഞ്ച്, സ്പെയിൻ സ്പാനിഷ്, ജർമ്മനി ജർമ്മൻ, ദ UAE എമിറാത്തി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ചോദ്യം നോക്കൂ. ക്യാൻ യു ആഡ് മോർ ടു ദിസ് ലിസ്റ്റ്? എന്തൊക്കെ എഴുതാം കൂടുതലായിട്ട്? ബ്രസീൽ അല്ലേ. ബ്രസീൽ എന്താണ്? ബ്രസീലിയൻ. ഇറ്റാലിയൻ. സൗത്ത് കൊറിയ, കൊറിയൻ. ഓസ്ട്രേലിയ, ഓസ്ട്രേലിയൻ. റഷ്യ, റഷ്യൻ. USA, അമേരിക്കൻ. അർജൻറ്റീന, അർജൻറ്റീനിയൻ. തായ്ലാൻഡ്, തായ്. സൗത്ത് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്കൻ. തുർക്കി, തുർക്കിഷ്. ഗ്രീസ്, ഗ്രീക്ക്. പോർച്ചുഗൽ, പോർച്ചുഗീസ്. ഇന്തോനേഷ്യ, ഇന്തോനേഷ്യൻ. ഫിലിപ്പൈൻസ്, ഫിലിപ്പിനോ. വിയറ്റ്നാം, വിയറ്റ്നാമീസ്. ഇങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എഴുതാം. നോക്കൂ. ലെറ്റ്സ് ഹാവ് ഫൺ വിത്ത് വേർഡ്സ്. നമുക്ക് വേർഡുകൾ കൊണ്ട് കളിക്കാം. എന്താണ്? കുഞ്ഞിച്ചിരുത ആൻഡ് ആൻറ്റോനറ്റ് ഡിസൈഡ് ടു പ്ലേ എ ഗെയിം. കുഞ്ഞിച്ചിരുതയും ആൻറ്റോനറ്റും എന്താണ്, ഒരു ഗെയിം കളിക്കാനായിട്ട് തീരുമാനിച്ചു. ദേ പിക്ക്ഡ് വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഈച്ച് ലെറ്റർ ഓഫ് ദെയർ നെയിംസ്. അവരുടെ പേരുകളിലെ ഓരോ അക്ഷരവും വെച്ച് തുടങ്ങുന്ന വാക്കുകൾ കണ്ടെത്താനാണ് തീരുമാനിക്കുന്നത്. ദ വേർഡ്സ് ഡിസ്ക്രൈബ് സംതിങ് പോസിറ്റീവ് അബൌട്ട് ദം. എന്താണ്? ആ വാക്കുകൾ അവരുടെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം വിവരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, കെ ഇൻ കുഞ്ഞിച്ചിരുത സ്റ്റാൻഡ്സ് ഫോർ കൈൻഡ്. എന്താണ്? ഫോർ എക്സാമ്പിളായിട്ട് കുഞ്ഞിച്ചിരുതയുടെ കെ എന്നൊരു ലെറ്റർ വെച്ചിട്ട് കൈൻഡ് എന്ന വേർഡാണ് പറയുന്നത്. കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈൻഡ് എന്ന് പറഞ്ഞാൽ ദയവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എ ഇൻ ആൻറ്റോനറ്റ് സ്റ്റാൻഡ്സ് ഫോർ ആക്റ്റീവ്. ആൻറ്റോനറ്റിലെ എ എന്ന ലെറ്റർ എന്താണ്? ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ സജീവമാവുക, ഫുൾ ആക്റ്റീവ് ആവുക എന്ന് പറയില്ലേ. ഹെൽപ്പ് ദം കംപ്ലീറ്റ് ദ ലിസ്റ്റ്. ഇനി ഈ ഒരു ലിസ്റ്റ് നിങ്ങളോട് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? കുഞ്ഞിച്ചിരുതയിൽ കെ വെച്ചിട്ട് കൈൻഡ്, യു വെച്ചിട്ട് അണ്ടർസ്റ്റാൻഡിങ്, എൻ വെച്ചിട്ട് നീറ്റ്, എച്ച് ഹെൽപ്ഫുൾ, ഐ ഇൻ്റലിജൻറ്റ്, സി ക്യൂരിയോസ്, എച്ച് ഹാപ്പി, ഐ ഇമാജിനേറ്റീവ്. അതുപോലെ തന്നെ ആൻറ്റോനറ്റിൽ എ ആക്റ്റീവ്, എൻ നൈസ്, ടി ടാലൻറ്റഡ്, ഒ ഓപ്റ്റിമിസ്റ്റിക്, ഐ ഇൻസ്പയറിങ്.
ഇനി ബാക്കി ലെറ്റർ വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടെത്തണം. അതുപോലെ ഓരോ വേർഡ് കണ്ടെത്തണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മീനിങ് കൂടി നോക്കാം. എന്തൊക്കെയാണ് ബാക്കി ലെറ്റർ വെച്ചിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള വേർഡ്സ്. ഇനി കുഞ്ഞു ചിരിതയിലെ R വെച്ചിട്ട് എന്താ റെസിലിയൻ, U വെച്ചിട്ട് യൂണിക്, T വെച്ചിട്ട് തോട്ട്ഫുൾ, H ഹംബിൾ, A അഡ്വഞ്ചറസ്. ഇനി ആൻഡോനെറ്റിൽ N വെച്ചിട്ട് നട്ടറിങ്, E എൻകറേജിങ്, T ട്രസ്റ്റ് വർത്തി, T ടെൻഡർ, E എമ്പതറ്റിക്. ഇങ്ങനെ നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോട്ടിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നൗ ഡു ദ സെയിം ഫോർ യുവർ നെയിം. സിറ്റ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് ഷെയർ യുവർ വർക്ക്, പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. ഇതുപോലെ നിങ്ങളുടെ നെയിമിലും നിങ്ങളോട് ചെയ്യാനാണ് പറയുന്നത്. ഇതേപോലെ ലെറ്റർ വെച്ചിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള വേർഡ്സുകൾ കണ്ടെത്തി എഴുതുക. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി അടുത്ത് നോക്കൂ. ഹിയർ ആർ സം ക്വാളിറ്റീസ് ഡിസ്ക്രൈബിംഗ് ദ ക്യാരക്ടർ ഓഫ് കുഞ്ഞു ചിരിത. റൈറ്റ് എ സെൻറ്റൻസ് അബൌട്ട് ഈച്ച് ഓഫ് ദസ് ക്വാളിറ്റീസ്. കുഞ്ഞു ചിരിതയുടെ സ്വഭാവത്തെ വിശേഷിപ്പിക്കുന്ന കുറച്ച് ഗുണങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ട് എന്താണ് ആ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിളായിട്ട് കൈൻഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ചിരിത ഈസ് എ കൈൻഡ് ഗേൾ, ആരുദയുള്ള പെൺകുട്ടിയായിരുന്നു. പിന്നെ അണ്ടർസ്റ്റാൻഡിങ്, ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. എന്താണ് അവൾ സ്കൂളിലും അതുപോലെ തന്നെ വീട്ടിലൊക്കെ എന്താണ് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കുട്ടിയായിരുന്നു. ഇനി എന്തൊക്കെ എഴുതാം? നീറ്റ്, കുഞ്ഞു ചിരിത കീപ്സ് ഹെർ സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ്. കുഞ്ഞു ചിരിത അവളുടെ ചുറ്റുപാട് നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഹെൽപ്ഫുൾ, ഷി ഓൾവേസ് ഹെൽപ്ഡ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ഫാമിലി വെൻ ദ നീഡഡ് സപ്പോർട്ട്. സഹപാഠികൾക്കും കുടുംബത്തിലും അവളുടെ സഹായം ആവശ്യമുള്ളപ്പോൾ അവളെപ്പോഴും നല്ല പിന്തുണ കൊടുത്തു, സപ്പോർട്ട് കൊടുത്തു. പിന്നെയോ ഇൻ്റലിജൻറ്റ്, ഷീ ഈസ് വെരി ഇൻ്റലിജൻറ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ന്യൂ കൺസെപ്റ്റ്സ്. പുതിയ ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കഴിവ്, ഒരു ബുദ്ധി അവൾക്കുണ്ടായിരുന്നു. ക്യൂരിയോസ്, ഷീ ആസ് ക്യൂരിയോസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ലവ്സ് എക്സ്പ്ലോറിങ് ന്യൂ ഐഡിയാസ്. അവൾ ജിജ്ഞാസയുള്ള അല്ലെങ്കിൽ ആകാംക്ഷയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അവ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീ ഈസ് ഓൾവേസ് ഹാപ്പി വിത്ത് ഹെർ ചിയർഫുൾ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അവളെപ്പോഴും സന്തോഷവതിയും പോസിറ്റീവ് ഉള്ളൊരു മനോഭാവത്താൽ സന്തുഷ്ടയുമാണ്. പിന്നെയോ ഇമാജിനേറ്റീവ്, കുഞ്ഞു ചിരിത ഈസ് ആൻ ഇമാജിനേറ്റീവ് ഗേൾ ഹു ഡ്രീംസ് അപ്പ് വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. അവൾ അത്ഭുതകരമായ കഥകളും സൃഷ്ടിപരമായ ആശയങ്ങളും സ്വപ്നം കാണുന്നൊരു ഭാവനാത്മകമായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. പിന്നെ റിസിലിയൻറ്റ്, ഷീ ഈസ് റിസിലിയൻറ്റ് ആൻഡ് ഫേസസ് ചലഞ്ചസ് വിത്ത് ഡിറ്റർമിനേഷൻ ആൻഡ് കറേജ്. അവൾ പ്രതിരോധശേഷിയുള്ളവളും വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്നവളുമാണ്. യൂണിക്, കുഞ്ഞു ചിരിത ഹാസ് എ യൂണിക് വേ ഓഫ് തിങ്കിങ്. അവൾ എങ്ങനെയുള്ള കുട്ടിയാണ്? കുഞ്ഞു ചിരിതക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ചിന്താശേഷിയുള്ളൊരു കുട്ടിയാണ്. പിന്നെ തോട്ട്ഫുൾ, ഷീ ഈസ് തോട്ട്ഫുൾ ആൻഡ് ആൾവേസ് കൺസിഡർ അതേഴ്സ് ഫീലിങ്സ് ബിഫോർ മേക്കിംഗ് ഡിസിഷൻസ്. അവൾ ചിന്താശേഷിയുള്ളവളാണ്. പിന്നെയോ ഹംബിൾ, കുഞ്ഞു ചിരിത റിമൈൻസ് ഹംബിൾ ഡിസ്പൈറ്റ് ഹെർ മെനി ടാലൻറ്റ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. നിരവധി നേട്ടങ്ങളും കഴിവുകളും ഉണ്ടായിട്ടും കുഞ്ഞു ചിരിത വിനീതമായിട്ടുള്ളവളാണ്. അതായത് ആ ഒരു അഹങ്കാരമൊന്നും അവൾക്കില്ലാന്ന്. പിന്നെ അഡ്വഞ്ചറസ്, ഷീ ഈസ് അഡ്വഞ്ചറസ് ആൻഡ് ലവ്സ് എക്സ്പ്ലോറിങ് ന്യൂ പ്ലേസസ് ആൻഡ് ട്രൈങ് ന്യൂ എക്സ്പീരിയൻസ്. സാഹസികത ഇഷ്ടപ്പെടുന്നവളാണ്. അതുപോലെ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവളാണ്. ഇത്രയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എഴുതുക. ഇനി അടുത്ത് നോക്കാം. ലെറ്റ്സ് റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് കുഞ്ഞു ചിരിത യൂസിങ് ദ ക്വാളിറ്റീസ് എബോ. മുകളിൽ കൊടുത്തിട്ടുള്ള കുഞ്ഞു ചിരിതയുടെ ക്വാളിറ്റികൾ വെച്ചിട്ടൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ തുടങ്ങുന്നത്? കുഞ്ഞു ചിരിത ഈസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ഗേൾ. കുഞ്ഞു ചിരിത സഹായിക്കാൻ മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഇനി ബാക്കി നിങ്ങൾ ആ ഒരു ക്വാളിറ്റീസ് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ചിരിത ഈസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ഗേൾ ഹു ഓൾവേസ് സപ്പോർട്ട്സ് ദോസ് അറൗണ്ട് ഹെർ. She is intelligent and curious, eager to learn new things and explore different ideas. Her neat and thoughtful nature makes her both organized and considerate. She is imaginative, happy, and adventurous,
always ready to embrace new experiences. Despite challenges, she remains resilient and unique, standing out with her warm and humble personality. അപ്പോൾ ആ ഒരു നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഒരു വിവരണമാക്കിയിട്ട് ഇതുപോലെ എഴുതുക. അടുത്ത് നോക്കൂ, റീഡ് ദ സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. കഥയിൽ നിന്ന് എടുത്തിട്ടുള്ള വാചകങ്ങൾ വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വാചകം വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ സ്പ്രിംഗ് ബ്രേക്ക് എ ഗേൾ നെയ്മഡ് ആൻറ്റോയിനറ്റ് ടുക്ക് അഡ്മിഷൻ ഇൻ കുഞ്ഞു ചിരിദാസ് ക്ലാസ്. Imagine a new student from another country or state has just joined your school. How would you help her adjust to the new place and culture? കുഞ്ഞിച്ചിരുതയെക്കുറിച്ച്, കുഞ്ഞിച്ചിരുതയുടെ സ്റ്റോറിയിൽ നിന്നുള്ള ഒരു വേർഡാണ് ആ ഒരു ചെരിച്ച് എഴുതിയിട്ടുള്ളത്. എന്താണ് അതിൻ്റെ മീനിങ്? വസന്തകാല അവധിക്ക് മുമ്പ് ആൻറ്റോയിനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലേക്ക് വേറൊരു രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിൽ നിന്നുള്ളൊരു കുട്ടി വരികയാണെന്ന് വിചാരിക്കുക. ഹൗ വുഡ് യു ഹെൽപ്പ് ഹെർ അഡ്ജസ്റ്റ് ടു എ ന്യൂ പ്ലേസ് ആൻഡ് കൾച്ചർ? അവളെ നിങ്ങൾ എങ്ങനെയാണ് പുതിയ ഒരു സ്ഥലവും ആ ഒരു കൾച്ചറുമായിട്ടൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അവളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് അവളെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ സഹായിക്കുമെന്നാണ് ചോദിക്കുന്നത്. യു മേ യൂസ് വിൽ ഓർ ഷോൾ ഓർ ക്യാൻ ഇൻ ഫ്രെയിം സെൻറ്റൻസസ്. നിങ്ങൾക്ക് എന്താണ് ഇതിനായിട്ട് വിൽ, ഷോൾ, ക്യാൻ ഈ ഒരു സെൻറ്റൻസൊക്കെ, ഈ ഒരു വേർഡൊക്കെ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ്. ഐ വിൽ ഷോ, ഞാൻ കാണിച്ചു കൊടുക്കും, ഹെർ അറൗണ്ട് ദ സ്കൂൾ, അവൾക്ക് ആ സ്കൂളിൻ്റെ പരിസരം, ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി നിങ്ങൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ദിസ് ഹിൻസ് മേ ഹെൽപ്പ് യു കംപ്ലീറ്റ് ദിസ് ആക്ടിവിറ്റി. ഈ ഹിൻസ് എന്താണ് നിങ്ങളെ ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? ന്യൂ സബ്ജക്ട്സ്, റൂൾസ്, ടീച്ചേഴ്സ്, ലോക്കൽ ലാംഗ്വേജ്, പ്ലേസസ് ടു വിസിറ്റ്, സ്കൂൾ ലൈബ്രറി, കഫ്തേരിയ. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത്? I will show her around the school and introduce her to my friends. I can help her understand the school rules so she feels comfortable. അവൾക്ക് സുഖമായി തോന്നുന്ന തരത്തിൽ സ്കൂളിൻ്റെ റൂൾസൊക്കെ മനസ്സിലാക്കാൻ അവളെ സഹായിക്കാം. I shall explain the subjects we study and guide her through her new classes. ഞങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്സൊക്കെ അവൾക്ക് എന്തായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അവളുടെ പുതിയ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഐ വിൽ ഇൻട്രൊഡ്യൂസ് ഹെർ ടു അവർ ടീച്ചേഴ്സ് സോ ഷീ നോസ് വു ടീച്ചേഴ്സ് ഈച്ച് സബ്ജക്റ്റ്. ഓരോ സബ്ജക്റ്റിൻ്റെയും ടീച്ചേഴ്സിനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഐ ക്യാൻ ടീച്ച് ഹെർ സം ബേസിക് വേർഡ്സ് ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് ടു ഹെൽപ്പ് ഹെർ കമ്മ്യൂണിക്കേറ്റ്. അവളുടെ കമ്മ്യൂണിക്കേറ്റ് എന്താണ്, അവളുടെ ഒരു ആശയവിനിമയം എന്താ പറയുക, ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള വേർഡ്സുകൾ, ലോക്കൽ ലാംഗ്വേജിലെ ബേസിക് ആയിട്ടുള്ള വേർഡ്സുകൾ അവളെ പഠിപ്പിക്കാൻ കഴിയും. ഐ ഷാൾ സജസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പ്ലേസസ് ഷീ ക്യാൻ വിസിറ്റ് ടു എക്സ്പ്ലോർ ദ സിറ്റി. എന്താണ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയും എങ്ങനത്തെ സ്ഥലങ്ങൾ, അവൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ ഞാൻ അവൾക്ക് സജസ്റ്റ് ചെയ്യും. ഐ വിൽ ടേക്ക് ഹെർ ടു ദ സ്കൂൾ ലൈബ്രറി ആൻഡ് ഹെൽപ്പ് ഹെർ ഫൈൻഡ് ഗുഡ് ബുക്സ് ടു റീഡ്. പിന്നെയോ അവളെ സ്കൂൾ ലൈബ്രറിയിൽ കൊണ്ടുപോയിട്ട് നല്ല പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കാൻ കാണിച്ചു കൊടുക്കും. ഐ ക്യാൻ ഷോ ഹെർ ദ കഫ്തേരിയ ആൻഡ് ഹെൽപ്പ് ഹെർ ചൂസ് മീൽസ് ആൻഡ് മൈറ്റ് ലൈക്ക്. ഞാൻ അവൾക്ക് കഫ്തേരിയ കാണിച്ചു കൊടുക്കും, അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എടുക്കാനായിട്ട് അവളെ സഹായിക്കും. ഇതുപോലെ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതി കൊടുക്കാം. സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി, ആക്ടിവിറ്റി 6 ആണ് കേട്ടോ. എന്താണ് സ്റ്റോറിയിൽ നിന്നുള്ള ഒരു സെൻറ്റൻസ് റീഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിങ് സ്പീഡ്. എന്താണ് ഇംഗ്ലീഷ് അവൾ അതിശയകരമായ സ്പീഡിൽ പഠിച്ചെടുത്തു. ഇൻ ദിസ് സെൻറ്റൻസ് ദ പെയർ പിക്ഡ് ആൻഡ് അപ്പ് ടുഗദർ. പിക്ഡ് അപ്പ് മീൻസ് ലേൺഡ് ഓർ അക്വയർഡ്. ഈ വാക്യത്തിലെ പിക്ഡ്, അതായത് പിക്ഡ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തു, അപ്പ് മുകളിലേക്ക്, അത് കൂട്ടി വായിക്കുമ്പോൾ പിക്ഡ് അപ്പ് എന്ന് വായിക്കുമ്പോൾ എന്താണ് ലേൺഡ് അല്ലെ അക്വയർഡ്, പഠിച്ചു അല്ലെങ്കിൽ നേടി എന്നാണ് അർത്ഥം വരുന്നത്. ഇനി എ ഫ്യൂ സച്ച് പെയർസ് ഓഫ് വേർഡ്സ് ആർ ഗിവൺ ബിലോ. പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് ദാറ്റ് കണ്ടെയ്ൻസ് ദോസ്
എക്സ്പ്രഷൻസ് ഫ്രം ദ സ്റ്റോറി. അത്തരം ജോഡി പദങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. കഥയിൽ നിന്ന് എന്താണ് അങ്ങനെ വരുന്ന വാക്കുകൾ കണ്ടെത്തിയിട്ട് അത്തരം പദപ്രയോഗങ്ങൾ വരുന്ന വാക്യങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? കം അക്രോസ്, സ്വിച്ച്ഡ് ഓവർ. കം അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുമുട്ടുക. കം അക്രോസ് എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്താണത്? കണ്ടുമുട്ടുക എന്നാണ്. അതായത് കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്. അവൾ തെരുവുകളിൽ നിരവധി ഇന്ത്യക്കാരെ കണ്ടുമുട്ടിയിരുന്നു. സ്വിച്ച്ഡ് ഓവർ എന്ന് പറഞ്ഞാൽ മാറി, പെട്ടെന്ന് മാറുക. അതായത് പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. പ്രകാശ് എന്താണ്? പെട്ടെന്ന് മലയാളത്തിലേക്ക് മാറി. കേട്ടിട്ടുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മലയാളത്തിലേക്ക് മാറി. അതിനാണ് സ്വിച്ച്ഡ് ഓവർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തത് നോക്കൂ. റീഡ് ദ കോൺവെർസേഷൻ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ മോർ സച്ച് എക്സ്പ്രഷൻസ് യൂസ്ഡ്. താഴെയുള്ള ഒരു കോൺവെർസേഷൻ വായിച്ചിട്ട് കൂടുതൽ ഇതുപോലുള്ള പദപ്രയോഗങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. വായിച്ചു നോക്കൂ. കുഞ്ഞിച്ചിരുത. ഹായ് എവരി വൺ, ആൻറ്റോയിനെറ്റ്സ് ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ്. ലെറ്റ്സ് ഡു സംതിങ് സ്പെഷ്യൽ. ജേക്ക്. യാ, we can pick up a nice gift for her, Mia, and we can take her out to eat at her favorite cafe. Kunjichida. Great, I will fix a time for us to go. Ben. I will look for a good gift. What about a book? Kunjichida. Good idea. We can check out the bookstore to find one she will like. Mia. We will look up a book she doesn't have. എന്താണ് പറയുന്നത്? ആൻറ്റോണിയറ്റിൻ്റെ ബർത്ത്ഡേ ആണ്, നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുകയാണല്ലേ. അപ്പോൾ അവൾക്കൊരു ബുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്നാണ് ഇവർ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ബുക്ക് സ്റ്റോറിൽ നമുക്കത് ചെക്ക് ചെയ്യാമെന്ന് പറയുകയാണ്. അങ്ങനെ ഒരു സംഭാഷണമാണത് വരുന്നത്. ഇനി ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്? നോക്കൂ, ഏതൊക്കെ വരുന്നുണ്ട്? പിക്കപ്പ് വരുന്നുണ്ട്. പിന്നെയോ അതുപോലെ വേറെ ഏതൊക്കെയാണ് വരുന്നത്? കമ്മിങ് അപ്പ് എന്ന് പറയുന്നുണ്ടല്ലേ. കമ്മിങ് അപ്പ് റെഫേഴ്സ് ടു ആൻ ഇവൻറ്റ് ദാറ്റ് ഈസ് ഹാപ്പനിങ് സൂൺ. അതിന് എക്സാമ്പിളായിട്ട് എന്താണ് ഒരു എക്സാമ്പിൾ അല്ല, ഒരു മീനിങ് എന്താ വരുന്നത്? റെഫേഴ്സ് ടു ആൻ ഇവൻറ്റ് ദാറ്റ് ഈസ് ഹാപ്പനിങ് സൂൺ. കമ്മിങ് അപ്പ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നത്, അതായത് വരാനിരിക്കുന്ന സംഭവത്തെ സൂചിപ്പിക്കുന്നതാണ്. പിക്കപ്പ് മീൻസ് ടു ബൈ ഓർ കളക്ട് സംതിങ്. എന്തെങ്കിലും നമ്മൾ കളക്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എന്താണ് വാങ്ങുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ടേക്ക് ഔട്ട് റെഫേഴ്സ് ടു ബ്രിങ്ങിങ് സംവൺ സംവെയർ. എന്താണ്? ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവരുന്നതിനെ സൂചിപ്പിക്കുന്നു. ഫിക്സ് എ ടൈം മീൻസ് ടു ഷെഡ്യൂൾ ഓർ ഡിസൈഡ് ഓൺ എ ടൈം. അതായത് ഒരു ടൈം തീരുമാനിക്കുന്നതിനോ അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. ലുക്ക് ഫോർ മീൻസ് ടു സെർച്ച് ഫോർ സംതിങ്. നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നതിനെ ആണ് സൂചിപ്പിക്കുന്നത്. ചെക്ക് ഔട്ട് റെഫേഴ്സ് ടു എക്സ്പ്ലോറിങ് ഓർ എക്സാമിനിങ് സംതിങ്. എന്തെങ്കിലും തിരയാനുള്ള ഒരു മാർഗങ്ങൾ നോക്കുന്നതിനാണ്. ലുക്കപ്പ് മീൻസ് ടു ഫൈൻഡ് ഇൻഫർമേഷൻ. എന്തെങ്കിലും വിവരങ്ങൾ കണ്ടെത്തുന്നതിന്. ഡ്രോപ്പ് ഓഫ് റെഫേഴ്സ് ടു ഡെലിവറിങ് ഓർ ലീവിങ് സംതിങ് സംവെയർ. എവിടെയെങ്കിലും എന്തെങ്കിലും എത്തിക്കുന്നതിനെ ഉപേക്ഷിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. പിന്നെ ആസ്ക് ടു കം ബാക്ക് മീൻസ് ടു റിക്വസ്റ്റ് സംവൺ ടു റിട്ടേൺ. എന്താണ്? തിരിച്ചു വരുന്നതിന്, എന്താണ് റിക്വസ്റ്റ് ചെയ്യുന്നതിന്, അതായത് തിരിച്ചു വരാൻ അഭ്യർത്ഥിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഗെറ്റ് ഗോയിങ് മീൻസ് ടു സ്റ്റാർട്ട് ഓർ ലീവ്. തുടങ്ങുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ലീവ് ചെയ്യുന്നതിന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു ബോക്സ് വരച്ചിട്ട് നിങ്ങൾക്കതിൽ എഴുതാം കേട്ടോ. കൂടുതലുണ്ടെന്ന് അതിനനുസരിച്ചിട്ട് വലിയൊരു പട്ടിക വരച്ചിട്ട് എഴുതിയെടുക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. 7. In the class, the teacher asks everyone to say something special about their home country. Ben from Italy goes first. Let's listen to what he has to say about his country. ടീച്ചർ എന്താണ് ക്ലാസ്സിൽ പറയാമെന്ന് എല്ലാ കുട്ടികളോടും അവരുടെ രാജ്യത്തെക്കുറിച്ച്, അതായത് മാതൃരാജ്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണം. അപ്പോൾ ആദ്യം പറയുന്നത് ബെന്നാണ്. ബെൻ എന്താണ്? ഇറ്റലിയിൽ നിന്നുള്ള കുട്ടിയാണ്. അപ്പോൾ ഇറ്റലിയെ കുറിച്ചിട്ട് ബെൻ എന്താണ് പറയുന്നതെന്ന് നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഫ്രം ഇറ്റലി. It's a beautiful country. Its capital is Rome. The flag is really cool with 3 colors: green, white and red. Most people in Italy speak Italian. We make some of the best foods ever, like pizza and pasta. Italy is also home to amazing places like the Colosseum, the Leaning Tower of Pisa and canals of Venice.
If you visit Italy, you might even spot animals like the Italian wolf and wild boar. The weather is nice too, with warm summers and cool winters. Italians love to celebrate holidays like Christmas, Easter, and carnivals, where we wear colorful masks and costumes. Sounds fun, right? ഐ ആം ഫ്രം ഇറ്റലി. ഞാൻ ഇറ്റലിയിൽ നിന്നാണ് വരുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി. വളരെ മനോഹരമായിട്ടുള്ളൊരു രാജ്യമാണ്. ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് റോം. അതിൻ്റെ തലസ്ഥാനം എന്താണ്? റോമാണ്. ദ ഫ്ലാഗ് ഈസ് റിയലി കൂൾ വിത്ത് 3 കളേഴ്സ്. അവരുടെ ഫ്ലാഗിൽ എന്താണ് 3 കളറുണ്ട്. ഏതൊക്കെയാണ്? ഗ്രീന്, വൈറ്റ് ആൻഡ് റെഡ്. മോസ്റ്റ് പീപ്പിൾ ഇൻ ഇറ്റലി സ്പീക്ക് ഇറ്റാലിയൻ. അവിടെ കൂടുതലും ആൾക്കാർ എന്താണ്, ജനങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? ഇറ്റാലിയൻ ആണ്. വി മേക്ക് സം ഓഫ് ദ ബെസ്റ്റ് ഫുഡ്സ് എവർ ലൈക്ക് പിസ്സ ആൻഡ് പാസ്ത. അവിടുത്തെ മികച്ച ഭക്ഷണങ്ങളായിട്ടുള്ള പിസ്സ, പാസ്ത ഒക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റലി ഈസ് ആൾസോ ഹോം ടു അമേസിങ് പ്ലേസസ് ലൈക്ക് ദ കൊളോസിയം, ദ ലേണിംഗ് ടവർ ഓഫ് പിസ ആൻഡ് കനാൽസ് ഓഫ് വെനീസ്. എന്താണ് പറയുന്നത്? എന്താണ് അമേസിങ് പ്ലേസസ് ആയിട്ടുള്ള ടവർ ഓഫ് പിസ, അതായത് ചെരിഞ്ഞ ലേണിംഗ് ടവർ ഓഫ് പിസ, ചെരിഞ്ഞ ഗോപുരം, അതുപോലെ തന്നെ വെനീസിലെ കനാൽ, ഇതൊക്കെ ഇറ്റലിയിലാണ് ഉള്ളത്. ഇഫ് യു വിസിറ്റ് ഇറ്റലി യു മൈറ്റ് ഈവൻ സ്പോട്ട് ആനിമൽസ് ലൈക്ക് ദ ഇറ്റാലിയൻ വോൾഫ് ആൻഡ് വൈൽഡ് ബോർ. നിങ്ങൾ ഇറ്റലിയിൽ സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ കാട്ടുപന്നിയെയും ഇറ്റാലിയൻ ചെന്നായൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദ വെദർ ഈസ് നൈസ് ടു വിത്ത് വാം സമ്മേഴ്സ് ആൻഡ് കൂൾ വിൻറ്റേഴ്സ്. അവിടുത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയുള്ളതാണ്? ചൂടുള്ള വേനൽക്കാലവും ശൈത്യമുള്ള തണുപ്പ് കാലവുമാണ് അവിടെ ഉള്ളത്. ഇറ്റാലിയൻസ് ലവ് ടു സെലിബ്രേറ്റ് ഹോളിഡേയ്സ് ലൈക്ക് ക്രിസ്മസ്, ഈസ്റ്റർ ആൻഡ് കാർണിവൽസ്. അവരെന്താണ്, ഇറ്റാലിയൻസ് എന്താണ്, ക്രിസ്മസ്, പിന്നെ ക്രിസ്മസ്, അതുപോലെ ഈസ്റ്റർ, കാർണിവൽ, ഇതൊക്കെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വേർ വി വെയർ കളർഫുൾ മാസ്ക് ആൻഡ് കോസ്റ്റ്യൂംസ്. ഞങ്ങൾ വർണ്ണാഭമായിട്ടുള്ള മുഖമൂടികളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും ധരിക്കുന്നു. പിന്നെയോ സൗണ്ട്സ് ഫൺ റൈറ്റ്. രസകരമായിട്ട് തോന്നുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വരുന്ന ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. Next, Antoinette would like to say something about her country, France. Some basic facts about France are given. Can you help her make a description and present it? ഇനി അടുത്തതായിട്ട് ആൻറ്റോയിനെറ്റ് ആണ് അവളുടെ കൺട്രിയെ കുറിച്ചിട്ട് പറയുന്നത്. ഫ്രാൻസ് ആണ് അവളുടെ കൺട്രി. അപ്പോൾ നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് ഫ്രാൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവളെ ഡിസ്ക്രിപ്ഷന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുള്ളത്? കൺട്രി ഫ്രാൻസ്. Capital Paris. Flag 3 colors blue, white, red. Major language French. Popular food items croissants, baguettes, macarons. Famous places Eiffel Tower, the Louvre Museum, beaches of the French Riviera. Animals French bulldog, wild boar. സെലിബ്രേഷൻസ് ബാസ്റ്റിലെ ഡേ, ക്രിസ്മസ്, ഈസ്റ്റർ. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളോട് ഇവിടെ കൺട്രിയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയെടുക്കണം അവൾ പറയുന്ന രീതിയിൽ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഫ്രം ഫ്രാൻസ്. ഞാൻ ഫ്രാൻസിൽ നിന്നാണ് വരുന്നത്. എ വണ്ടർഫുൾ കൺട്രി വിത്ത് എ റിച്ച് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. ഇതാണ് വളരെ എന്താ പറയുക, കൾച്ചറായിട്ടുള്ള, അതായത് വളരെ സമ്പന്നമായിട്ടുള്ള സംസ്കാരവും അതുപോലെ തന്നെ ചരിത്രവുമുള്ള ഒരു രാജ്യമാണ്. പിന്നെ അവർ ക്യാപിറ്റൽ പാരീസ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ബ്രീത്ത് ടേക്കിംഗ് ലാൻഡ്മാർക്സ് ലൈക്ക് ദ ഈഫൽ ടവർ ആൻഡ് ദ ലൂവ്രെ മ്യൂസിയം. നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള പാരീസ് ഈഫൽ ടവറിനും ലൂവ്രെ മ്യൂസിയത്തിനും പേര് കേട്ട സ്ഥലമാണ്. ഫ്രാൻസസ് ഫ്ലാഗ് ഹാസ് 3 ബ്യൂട്ടിഫുൾ കളേഴ്സ്. ഫ്രാൻസിൻ്റെ ഫ്ലാഗിന് 3 മനോഹരമായിട്ട് കളറുണ്ട്. ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ്. മോസ്റ്റ് പീപ്പിൾ ഹിയർ സ്പീക്ക് ഫ്രഞ്ച്. കൂടുതലും ജനങ്ങൾ അവിടെ ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്. എ ലാംഗ്വേജ് നോൺ ഫോർ ഇറ്റ്സ് എലഗൻസ്. എന്താണ് മോസ്റ്റ് എലഗൻസ്, ഭംഗിയുള്ള ഭാഷയാണ്. പിന്നെയോ അവർ ഫുഡ് ഈസ് അമേസിങ്. ആളുടെ ഭക്ഷണമൊക്കെ അമേസിങ്, വളരെ അമേസിങ് ആയിട്ടുള്ളതാണ്. യു മസ്റ്റ് ട്രൈ ക്രോയ്സൻസ്, ബാഗ്വേറ്റ് ആൻഡ് മാക്രോൺസ്, സം ഓഫ് അവർ മോസ്റ്റ് ലവ്ഡ് ട്രീറ്റ്സ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറയുകയാണ്. എന്തൊക്കെയാണ്? ക്രോയ്സൻസ്, ബാഗ്വേറ്റ്സ് ആൻഡ് മാക്രോൺസ്. പിന്നെ കൂടുതലും സം ഓഫ് അവർ മോസ്റ്റ് ലവ്ഡ് ട്രീറ്റ്സ്. എന്താണ് ഇത്? ഞങ്ങളുടെ പ്രിയപ്പെട്ട ട്രീറ്റുകളിൽ ചിലതാണ്. വി ഹാവ് മെനി ഇൻട്രസ്റ്റിംഗ് പ്ലേസസ്. ഞങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്. ഫ്രം ദ സ്റ്റണ്ണിങ് ബീച്ചസ് ഓഫ് ദ ഫ്രഞ്ച് റിവേറ ടു ചാർമിങ് കൺട്രി സൈഡ് വില്ലേജസ്. ഫ്രഞ്ച് റിവേറയിലെ അതിശയിപ്പിക്കുന്ന ബീച്ചുകൾ മുതൽ എന്താ പറയുക, വളരെ മനോഹരമായിട്ട് ഗ്രാമങ്ങൾ വരെയുണ്ട്. ഇഫ് യു വിസിറ്റ് ഫ്രാൻസ്
യു മൈറ്റ് സീ അനിമൽസ് ലൈക്ക് ദ ഫ്രഞ്ച് ബുൾഡോഗ് ഓർ ദ വൈൽഡ് ബോർ റോമിങ് ഇൻ ദ ഫോറസ്റ്റ്. നിങ്ങൾ ഫ്രാൻസിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ബുൾഡോഗിനെയും അതുപോലെ തന്നെ വൈൽഡ് ബോറിനെയൊക്കെ കാണാം. ഫ്രഞ്ച് പീപ്പിൾ ലവ് സെലിബ്രേഷൻസ്. ഫ്രഞ്ച് പീപ്പിൾ ആഘോഷങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. വി എൻജോയ് ഹോളിഡേയ്സ് ലൈക്ക് ബാസ്റ്റിൽ ഡേ വിച്ച് ഹോണേഴ്സ് അവർ കൺട്രീസ് ഹിസ്റ്ററി അലോങ് വിത്ത് ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ where families കം ടുഗദർ ടു സെലിബ്രേറ്റ്. ക്രിസ്മസും അതുപോലെ തന്നെ എന്താണ് ഈസ്റ്ററും അതുപോലെ തന്നെ വേറെ ഏതാ പറഞ്ഞിട്ടുള്ളത്, ബാസ്റ്റിൽ ഡേ, ഇതൊക്കെ അവർ അവിടെ ഫാമിലിയോടൊത്ത് ആഘോഷിക്കുന്നുണ്ട്. ഐ ഹോപ്പ് യു ഗെറ്റ് ദ ചാൻസ് ടു വിസിറ്റ് ഫ്രാൻസ് വൺ ഡേ. ഇറ്റ്സ് ട്രൂലി എ സ്പെഷ്യൽ പ്ലേസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രാൻസിലേക്ക് വരാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ട്രൂലി സ്പെഷ്യൽ പ്ലേസ്, ഒരു പ്രത്യേക ഒരു സ്ഥലം തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം മക്കൾ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാഠഭാഗത്ത് വരുന്ന ആക്ടിവിറ്റീസ്. എളുപ്പമാണല്ലേ, അങ്ങനെ ഒരുപാട് ടഫുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ മക്കൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് റീഡ് ചെയ്യുക, ആക്ടിവിറ്റീസൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാ കുട്ടികൾക്കും എല്ലാ മക്കൾക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്നത് ഓൺ ആക്കിയിടുക. എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ആ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.